ഹൈക്കിങ്ങിന് പറ്റിയ സ്പോട്ട് നിങ്ങൾ ട്രിവാൻഡ്രത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ കേരള അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡറിന്റെ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കൂനിച്ചി മല എന്ന് പറയുന്ന ആ ഒരു മല എല്ലാവർക്കും അറിയാം. പക്ഷെ കൊണ്ടാക്കെട്ടി മല പല ആൾക്കാർക്ക് അറിയില്ല. അത് ഹൈക്കിംഗ് സ്പോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് ഒരു കിടിലനായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഒരു കിടിലനായിട്ടുള്ള ഒരു മലയിലാണ് കേട്ടോ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പറഞ്ഞു കൊടുത്ത സമയങ്ങളില്ല, ലെറ്റ്സ് ഗോ. നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. എല്ലാവരായിട്ട് തന്നെ നമ്മൾ ഇന്ന് പോകുന്നു. നമ്മൾ ഗ്യാങ്ങോട് കൂടിയിട്ട് പോകുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ആദ്യം വരുന്ന ഒരാൾ കാണും, എല്ലാ ഗ്യാങ്ങിലും ആദ്യം വരുന്ന ഒരാൾ, അവനാണ് തോന്നിക്കുന്നത്. പ്ലാൻ ചെയ്യുന്ന ഒരുപാട് അവന്മാർ കാണും, പക്ഷെ ലാസ്റ്റ് വന്നെത്തുന്ന ഒരാളിലായിരിക്കും. അങ്ങനത്തെ ഒരുത്തനാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര പേരാണ് കേട്ടോ പോണത് ട്രിപ്പ്. ഇനി ഒരാൾ കൂടെ ഉണ്ടേ, വേണ്ട 40 കിലോമീറ്റർ വരും. നമ്മളൊരു പ്ലാൻ ഇല്ലാതെയാണ് കേട്ടോ പോണത്, നമുക്ക് കണ്ടു മനസ്സിലായി. ഓക്കെ ഓക്കെ. ഏതൊരു ട്രിപ്പിന് പോയാലും എന്താ ഇതുപോലെ ലേറ്റായി വരണം. ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റി. നമ്മുടെ വണ്ടിയിൽ ഞാൻ നസീബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും എണ്ണ അടിച്ച് ഇനിയിപ്പോൾ പോവാണ് കേട്ടോ. 4 വണ്ടിയിൽ 2 പേര് വെച്ചാണ് കേട്ടോ. മൊത്തം 8 പേരാണ് പോണേ. വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മളെല്ലാവരും പോകുന്നു. നമ്മളങ്ങനെ കൗടിയാറ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൗടിയാറ് കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ കാട്ടാക്കട കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഒരു ഉൾപ്രദേശത്തോട്ട് കയറിയ ഉടനെ തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു, അല്ലേ നസീബ? സിറ്റിയില് നല്ല ചൂട്, ഇവിടെ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തന്നെ നമ്മുടെ അവിടെ നിന്ന് വൺ സൈഡ് 42-41 കിലോമീറ്റർ ഉണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലൊക്കേഷൻ പോകുന്നത്. പൊന്മുടി പോകുന്ന റൂട്ട് തന്നെയാണ്. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിഞ്ഞൂടാ, ഞാൻ എന്തായിരുന്നാലും പോയിട്ട് പറയാം. നമ്മളിപ്പോൾ പോകുന്ന ആർക്കും തന്നെ ഇത് എവിടെയാണ് എന്താണെന്നൊന്നും തന്നെ അറിഞ്ഞുകൂടാ. പ്ലാൻ ഇല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂനിച്ചി മല തേടി പോയതാണ്. നമ്മളെ കൊണ്ട് വിട്ടതെന്ന് പറയുന്നത് ഏത് ലൊക്കേഷൻ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമല്ലോ. നമ്മളെ പോകുന്ന ഇടയ്ക്കുള്ള റോഡെല്ലാം ഉണ്ടല്ലോ കുറച്ച് ശോകമായിട്ട് കണ്ടു തുടങ്ങി. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കും ഉണ്ട്. ആ മണിക്കൂർ അടുപ്പിച്ചോളാം ആയി കേട്ടാ. റോഡെല്ലാം ഭയങ്കര മോശം. അതുമില്ല ഇവിടെ ഭയങ്കര ട്രക്കാണ് പോകുന്നത്. അപ്പൊ അതിൻ്റെതായ പൊടിയൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഫുള്ള് ഇതുപോലെ തന്നെ റോഡൊക്കെ കുത്തി തോണ്ടിയിട്ടിരിക്കും. നമ്മൾ ഇനിയിപ്പം എത്താൻ വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ. മലയുടെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയേ. എന്തായിരുന്നാലും ചുരം കയറണമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെട്രോൾ നമ്മൾ ആ ഒരു രീതിയിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിപ്പം നേരെ അങ്ങോട്ടാണ് കേട്ടാ പോകുന്നത്. നമ്മൾ മൊത്തം 8 പേര് 4 വണ്ടിയിലാണ് കേട്ടാ വന്നത്. ഇതോ മലയുടെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതോ ആ ഒരു ഭാഗത്ത് കണ്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് മലകളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ഇപ്പം നോക്കാം ഇനി എത്ര ഓടണോ. നമ്മളിതാണ്ട് ഒരു വണ്ടിയിൽ വന്നവരിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ കൂടെ വന്ന ആൾ അപ്പുറത്ത് സ്ട്രൈറ്റോടെ പോയി. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഇവിടെ നിന്ന് അവരെ വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ എന്തായിരുന്നാലും പോകും. ഇതാ വരുന്നു, വഴി തെറ്റി പോയാലാണ് ഇതാ പറഞ്ഞത്. ഗൈസ് വഴി ചോദിച്ചു പോവാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു വ്യൂവില് ഇടയിൽ കൂടെ തന്നെ ഒരു ബസ് വന്നേ, KSRTC ബസ്. എന്റെ പൊന്നോ എന്ത് വ്യൂ എന്നറിയാമോ. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കിട്ടിയേ. ഈ ഒരു സമയം എന്ന് പറയണല്ലോ അത് തിരിച്ചു കിട്ടില്ല എന്ന് പറയണത് 100% സത്യമാണ്. ഇനി അടുത്തൊരു ട്രിപ്പിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മള് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യണത് തിരുവനന്തപുരമാണ് കേട്ടോ. മലയെല്ലാം കണ്ടു തുടങ്ങി. ബാക്കി ഇനിയിപ്പോൾ നോക്കാം. മെയിൻ റോഡിൽ നിന്ന് കട്ടായിട്ട് ഇതിപ്പം എന്തോ കുരിശുമാതാ പിൽഗ്രിമോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇതിൻ്റെ അകത്തൂടെ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്. വന്ന വ്യൂ എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ലാത്ത വ്യൂ, കിട്ടില്ലനായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി നമ്മളെന്തായിരുന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ പോയിട്ട് ബാക്കി കാണിച്ചാൽ ഇവിടെയൊക്കെ തമിഴാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെല്ലാവരും തന്നെ കേരള ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ തമിഴ്നാടാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു മാപ്പിൽ കണ്ടപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നിലവിലുള്ളത് തമിഴ്നാടാണ്. ബോർഡും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഫുള്ള് തമിഴാണ്. ആ ബോർഡ് ഇതോ ആ കാണുന്ന ബോർഡുണ്ടോ, അതൊക്കെ തമിഴ്, ഫുള്ള് തമിഴ്.
നല്ല രീതിയിലുള്ള കയറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ആളെയൊക്കെ താഴെ ഇറക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. കാരണം നല്ല രീതിയിലുള്ള കയറ്റമാണ് വണ്ടി. നമ്മളെ സ്പ്ലെൻഡർ അറിയാലോ, പവർഫുൾ വണ്ടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഫുള്ള് ഒരു കിടിലൻ ലൊക്കേഷൻ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ എവിടെയോ എത്തി. എനിക്ക് എന്തിനാണ് എവിടെയാണോ എന്ന് പോലെ അറിഞ്ഞൂടാ. അതാ കണ്ട ലൊക്കേഷൻ. അവന്മാരൊക്കെ കുറച്ച് പേര് താഴെ, കുറച്ച് പേര് മുകളിൽ. പിന്നെ പട്ടി എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറയ്ക്കുന്നത്. അവന്മാരെന്തായിരുന്നാലും ബാക്കി വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരും. ഇത്രയും താഴത്ത് നിന്ന് കയറിതാ തളർന്ന് നിൽക്കുന്നു രണ്ടുപേര്. നമുക്കിനി ഓഫ് റോഡാണ്. നമ്മൾ വണ്ടി ഇതാ ഇവിടെ വെച്ച് ഈ ഒരു ലൊക്കേഷനാണ് ചേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇനിയിപ്പോൾ മുകളിലോട്ട് ട്രക്കിംഗ് ആണ്. എത്രയോ കിലോമീറ്റർ ഇനിയിപ്പോൾ മുകളിലോട്ട് പോകണം. കിലോമീറ്ററോളം തന്നെ ട്രക്ക് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. പക്ഷേ 7 കിലോമീറ്റർ അടുപ്പിച്ച് ട്രക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ അവിടെ പോയി നിന്നതിന് ശേഷമാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എന്തായിരുന്നാലും പോയ സ്ഥിതിക്ക് പകുതി വരെ പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുന്നതിനനുസരിച്ച് തന്നെ നല്ല രീതിയിലുള്ള ദാഹവും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ വേർത്തും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം തന്നെ ഫുട്ബോൾ കളിക്കുന്ന രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ദേഹത്ത് നിന്ന് വേർപ്പൊക്കെ വരാൻ തുടങ്ങിയത്. നമ്മൾ എന്തായിരുന്നാലും ഉടുപ്പൊക്കെ ഊരി വെച്ച് കുറച്ച് നേരം തന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ നമ്മുടെ പുതുതായിട്ട് വരുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ മനസ്സ് മടിച്ചാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് പോകണോ അതോ വേണ്ടയോ, നമ്മൾ പകുതി വഴിയിൽ തിരിച്ചു വരണോ എന്നുള്ള രൂപത്തിൽ നിന്ന സ്ഥിതിക്കാണ് കേട്ടോ ഇവരെ എന്തായിരുന്നാലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ട്രക്കിങ്ങിനായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂറെങ്കിലും പിടിക്കും. നമുക്കിപ്പോൾ സമയം ഏകദേശം 3 മണിയാകുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ കയറി എപ്പോഴാണ് ഇറങ്ങുക എന്ന് പറഞ്ഞ് മടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പുതുതായിട്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനിടയായത്. ആ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ മൈൻഡ്, എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് കയറി നമുക്ക് സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരുമിച്ച് കയറി. ബ്രോനെ കണ്ട് അവൻ എന്തിനു പറഞ്ഞു? ഒറ്റ മൈൻഡ് ഒറ്റ ഇതെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും പോകുന്ന വഴി ഇതുപോലെയാണ്. ഫുള്ള് കയറ്റമാണ്. 6 കിലോമീറ്റർ അടുപ്പിച്ച് ഇതുപോലെ ട്രക്ക് ചെയ്ത് പോകണം. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിരുന്നേ. അവിടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ മുകളിലോട്ട് കയറാനാണ്. ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ കളിച്ചിട്ട് ഫുള്ള് വേർത്തൊരവസ്ഥയാണ്. കാരണം അത്രയ്ക്കും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഷായത് പൈസയിൽ എല്ലാവരും പോകും. നമ്മുടെ ഇവിടെ നിന്നിട്ട് കാണുമ്പോഴുള്ള വ്യൂ ആണ്. ഒരു റീൽസ് കണ്ട് വന്നപ്പോൾ ഉള്ള ഒരു തളർച്ച അല്ലേ പൈസല്ലേ? എങ്ങനെയുണ്ട്? ഫ്രണ്ടിലോട്ട് കാണുന്ന വ്യൂ ഇതാണ്. ഇവിടെ ഒരു വീട് പോലെ സെറ്റപ്പ്. ഇത് 2-3 ഓരോ പോയിന്റ് എത്തുമ്പോഴാണ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ വളവ് കയറി അങ്ങനെ പോകണം. നമ്മളെല്ലാവരും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ട്രക്കിംഗ് ചെയ്ത് നമ്മൾ ഈ ഒരു മലയുടെ മുകളിലോട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒറ്റ മൈൻഡ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുകളിലോട്ട് പോകാം. 10 മിനിറ്റ് കൂടി നടന്നാൽ മതി എന്നുള്ളൊരു രൂപത്തിലാണ്. നമ്മളിപ്പോൾ ഈ കയറുന്ന കൊണ്ടാകെട്ടി മല എന്ന് പറയുന്നത് ട്രക്കിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡാമിൻ്റെ ഭാഗം കാണാൻ കഴിയും. നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് വിഷ്വലായിട്ട് തന്നെ സൈഡിലുള്ള വ്യൂ ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് ഇവിടെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വന്ന ചേട്ടന്മാർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇവിടെ കോടമഞ്ഞ് അധികം ഇല്ല. നമുക്ക് കോടമഞ്ഞ് കൂടുതലായിട്ടുള്ള സമയത്ത് ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല. നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സൈഡിലോട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. നമ്മൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം തന്നെ നമുക്ക് സൈഡ് കൂടി തന്നെ നമുക്ക് മുകളിലൊക്കെ കയറി. ഇതിന്റെ മുകളിൽ ഇനിയും മലയോളം തന്നെ നമുക്ക് ഇതിലോട്ട് ജോയിന്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി കാണാനൊക്കെ കഴിയും. നമുക്ക് ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഈ ഒരു പോർഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണാൻ പോകുന്ന വ്യൂ എന്ന് പറയുന്നത് താഴെ കണ്ട അതേ വ്യൂ തന്നെയാണ് നമുക്ക് മുകളിലും കിട്ടുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് കുറച്ച് മല ജോയിന്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. കോടമഞ്ഞുണ്ടായിരുന്നെങ്കിൽ തന്നെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ കഴിയുമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയത് കൂനിച്ചി മലയിലോട്ടാണ് കേട്ടോ. കൂനിച്ചി മല ഏറ്റവും ചെറിയൊരു മലയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഈ ഒരു കൊണ്ടാകെട്ടി മല എന്ന് പറയുന്നത് അതിനടുത്തായിട്ട് തന്നെ കുരിശുമല പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതൊക്കെ താണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ടൈം ആകുന്നത്. ആ കാണുന്നതാണ് കൂനിച്ചി മല എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയൊരു മലയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇത് 6.4 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് മുകളിലോട്ട് ട്രക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഏകദേശം തന്നെ 3/4 മണിക്കൂറോളം തന്നെ നമ്മൾ എന്തായിരുന്നാലും ട്രക്ക് ചെയ്ത് സ്പീഡിലാണ് കേട്ടോ നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്.
ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4:52 നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സമയമാണ്. എത്ര മണിക്കൂറുണ്ട് നമ്മൾ താഴെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ 3 പേര് ഫസ്റ്റ് ഇറങ്ങുകയാണ്. നമ്മൾ താഴെ ഇറങ്ങുന്ന സമയം തന്നെ നമ്മളെക്കാളും എത്രയോ വയസ്സിന് മൂത്ത ചേട്ടന്മാരൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പം ഹൈക്കിങ്ങിനോട് ഇഷ്ടമുള്ളവരാണ് അവർ. അതായത് മലയും ഒക്കെ കയറി ആ മുകളിലെ ഡെസ്റ്റിനേഷനിലെത്തി അതൊക്കെ ഒന്ന് കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ നോക്കി നടക്കട്ടെ, അല്ലെങ്കിൽ താഴെ പോകും തെന്നി. ഇതുപോലെ ഒരുപാട് ഇതുപോലത്തെ പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇതുപോലത്തെ കമ്പൊക്കെ കുത്തി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് മെയിനായിട്ട് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ചിറകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുല്ലൊക്കെ ഇങ്ങനെ അരച്ചിട്ടിരിക്കുമല്ലോ, അത് കണ്ട. നമ്മളെ ഷൂ ആണെങ്കിൽ ട്രെക്കിംഗ് ഷൂ അല്ല, മറ്റേ ഫാഷൻ ഷൂ ആണ്. ഫൈസൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ മല റെക്കമെൻഡ് ചെയ്യുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും മലയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, തണുപ്പ് ചെറിയ രീതിയിലൊക്കെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് വരണം. മഴയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വഴി പോലും ഇല്ല. ഇതൊക്കെയാണ് വഴിയുടെ അവസ്ഥ. ഇങ്ങനെയാണ് വഴിയെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിലൊക്കെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കിയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ. നമ്മുടെ കൂടെ വന്നവന്മാരെല്ലാം എവിടെ നിൽക്കണം വേണ്ട, ഇത്രയും ടോപ്പിൽ അവന്മാർ നിൽക്കുന്നു. നമ്മൾ താഴെ ഇറങ്ങി തുടങ്ങി. ടൈം ഒരുപാടായി തുടങ്ങുന്നല്ലോ, അതുകൊണ്ട് തന്നെ പതുക്കെ നമ്മൾ ഇറങ്ങി തുടങ്ങും. നമ്മൾ ആ മല കയറി ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ടൈം അധികം ആവുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ ഫുള്ളായിട്ട് തന്നെ കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുകളിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയത് ഈ ഭാഗത്താണ്. പിന്നെ അവിടെ നിന്നിട്ട് അവന്മാരൊക്കെ നമ്മളിതാ ഇതുവരെയാണ് പോയത്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല. എല്ലാം സെയിം തന്നെയാണ് വ്യൂ. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഇതിലിറങ്ങി 6 ആഗ് പോലെയാണ് കേട്ടോ വഴി. എന്നിട്ട് അവിടെ നേരെ ഇപ്പോൾ ഫോട്ടോ പോയിന്റ്. നമ്മുടെ മുകളിൽ പോയ ആൾക്കാരൊക്കെ തന്നെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ വന്ന് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ ഇനിയിപ്പോൾ പോകാനാണ് പോകുന്നത്. വരുന്നത് കണ്ട, ഓരോ ആളായിട്ട് വരുന്നത്. ടോപ്പിൽ കയറിയ എല്ലാവരും താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ തിരിച്ച് പോവാണ്. ചെറിയ രീതിയിൽ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴി എല്ലാവരും ഉണ്ട്. അല്ലേ, അത്രയ്ക്കുള്ള ഇതൊന്നും ആയില്ല. ഇപ്പം ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങും. അത് മരം നിൽക്കുന്നുണ്ട് ബ്രോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പിന്നെ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും നടന്ന് നേരെ വണ്ടിയുടെ അടുത്തെത്തി. ഇനി റിട്ടേൺ ടു ഹോം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേരള ഈ ഭാഗത്ത്, തമിഴ്നാട് ഈ ഭാഗത്ത്. രണ്ടിൻ്റെ ബോർഡറിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇത് വരുന്നത്. ഓക്കെ, നായരുപ്പിൻ്റെ ബാങ്ക് വിളിക്കുന്നത് കണ്ട, തമിഴ്നാടിൻ്റെ അക്ഷരം.